കുറച്ച് ദിവസങ്ങളായി ഞാൻ ആഗ്രഹിച്ചൊരു കാഴ്ചയായിട്ടോ നിങ്ങളീ കാണുന്നത്. ഇവർ ഇണങ്ങുന്ന സമയത്തുള്ള വീഡിയോ എടുക്കണം എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അതൊട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് കുരുപ്പുകൾ ഒന്നായത് കേട്ടോ. ന്യൂസിനും വീട്ടിനും തുറന്നിട്ട സമയമായിരുന്നു. ഇതിനിടയിൽ ഇവരെ ഡോറ് ശരിക്കും ലോക്കാവാത്തതുകൊണ്ട് ശങ്കരി എണീറ്റ് ഇവരുടെ അടുത്തേക്ക് വന്നു കേട്ടോ. ഞാൻ അടിച്ചു തരുന്നതിൻ്റെ ഇടയിലാണ് ഇവർ രണ്ടുപേരും ഒരുമിക്കുന്നത് കണ്ട്. പിന്നെ ഒന്നും കണ്ടില്ല, നേരെ കണ്ട് വീഡിയോ എടുത്തു. കുറച്ച് നേരം കളിപ്പിച്ചതിന് ശേഷം ഫുഡ് കൊടുക്കാനുള്ള പരിപാടി കേട്ടോ. നല്ലപോലെ അടിപൊളി ബീഫ് മഞ്ഞപ്പൊടി ഇട്ടതാണ് കേട്ടോ. ഇവർക്ക് കൊടുക്കാൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആക്രാന്ത മുഴുവൻ ശങ്കരിക്കുക കേട്ടോ. ഏട്ടനും ചേച്ചിക്കും കൊടുക്കട്ടെ എന്നൊന്നും പറഞ്ഞിട്ട് ആ കുരുപ്പ് കേൾക്കുന്നൊന്നുമില്ല. നേരെ രണ്ടെണ്ണത്തിനും ചോറ് വിളമ്പിട്ട് കുഴച്ചങ്ങോട്ട് കൊടുക്കുക കേട്ടോ. ബീഫ് പണ്ടേ കുഞ്ഞൂസിന് ഇഷ്ടമാണ് കേട്ടോ. പൊതുവേ ഞങ്ങൾ ബീഫ് കാര്യങ്ങൾ വെക്കുക കഴിക്കുന്നില്ലെങ്കിൽ പോലും അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാൻ ബീഫ് കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ കൊടുക്കുന്ന ദിവസങ്ങൾ വയറ് നിറയെ കൊടുക്കാറുണ്ട്. ഈ ഒരു ഇരുത്തം കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചോ ശങ്കരിക്ക് ഞാൻ കൊടുക്കുന്നത് കുറച്ചും കൂടി വലുതാവട്ടെ, കൊടുക്കാനൊക്കെ ആഗ്രഹമുണ്ട്. അതുവരെ ക്ഷമിച്ചിരിക്കാനുള്ള ഹാവതി ദൈവം അതിന് കൊടുക്കട്ടോ കേട്ടോ. ശങ്കരിനെ വേഗം അങ്ങോട്ട് അകത്താക്കി ഡോർ ലോക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഫുഡ് പാത്രം കൊണ്ടുവന്നപ്പോൾ തന്നെ മേട്ട് വേഗം അടുക്കളയ്ക്ക് അങ്ങോട്ട് കയറി. കുഞ്ഞൂസ് കയറാൻ നിന്നപ്പോൾ ഡോർ ലോക്ക് ചെയ്യുന്നു കേട്ടോ. പിന്നെ ഡോർ തുറന്നപ്പോൾ അവളും അങ്ങോട്ട് കയറി കേട്ടോ. പിന്നെ നേരെ അങ്ങോട്ട് ഫുഡ് കഴിച്ചു. അവർക്ക് ഫുഡ് കൊടുത്തിട്ട് ഞാൻ അകത്തേക്ക് വന്നപ്പോൾ എൻ്റെ പിന്നാലെ വരിക കേട്ടോ. ഈശ്വര പറഞ്ഞിട്ടും പറഞ്ഞിട്ട് പെണ്ണിന് മനസ്സിലാവുന്നില്ല. അവസാനം അവൾക്കും ഫുഡ് കൊടുത്തു കഴിഞ്ഞ ശേഷം പിന്നെ രണ്ടാളും നല്ല ഉറക്കമായിരുന്നു കേട്ടോ. പിന്നെ ഭയങ്കര ബഹളം കേട്ടിട്ടാണ് പുറത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ബാക്കിലുള്ള കണ്ടത്തിൽ ഭയങ്കരമായിട്ട് നായ്ക്കൾ വരയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം നോക്കി നിന്നിട്ടാണ് അതിൻ്റെ ഇടയിൽ നായ്ക്കളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് കൂടുതൽ നായ്ക്കളുണ്ട്, അത്രയും ബഹളം കേൾക്കുന്നുണ്ട്. അവരവിടെ നിന്ന് വരയ്ക്കുന്നുണ്ട്, കുഞ്ഞൂസും മേട്ടും ഇപ്പുറത്തുനിന്ന് വരയ്ക്കുന്നുണ്ട്. കുറേ ആയിരുന്നു കേട്ടോ. ഒന്നും രണ്ടും അല്ല, ഭാഗ്യം അതിലുണ്ടായത്. ഇതൊക്കെ കഴിഞ്ഞ് അകത്ത് വന്നപ്പോൾ രണ്ടെണ്ണം നല്ല ഉറക്കമാണ് കേട്ടോ. എണീക്കിന് മുന്നേ ഇവർക്ക് വൈകുന്നേരത്തെ ഫുഡ് കൊടുക്കാനുണ്ട്. അപ്പം ഞാൻ പാത്രമൊക്കെ ചൂടാക്കി അടുപ്പത്ത് വെച്ചപ്പോൾ അതിന് കിടക്കുന്നു ഒരാൾ എൻ്റെ കാലിൻ്റെ താഴെ കേട്ടോ. ഞാൻ എപ്പോൾ പാത്രം എടുത്താലും സാധാരണ ശങ്കരിയാണ് വരിക. ഇത്തവണ ശങ്കരനാ വന്നേ, വിശന്നിട്ടുണ്ടായിരിക്കേ. പിന്നാലെ അവളും ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനിടയിൽ നമ്മളെ കുട്ടി സബ്സ്ക്രൈബേഴ്സ് ഒന്ന് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവരെ ഇതിന് മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഓർക്കുന്നുണ്ടോ? ഇത് കാര്യമായിട്ട് വന്നത് ശങ്കരനെ കാണാൻ വേണ്ടി മാത്രമല്ല കേട്ടോ. ഇവരെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ ഉത്സവമുണ്ട്. ആ ഒരു ഉത്സവത്തിന് ഔദ്യോഗികമായിട്ട് ക്ഷണിക്കാനും കൂടിയിട്ടാട്ടോ. എന്തായാലും വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വരുന്ന 23, 24 ഡേറ്റ്. അവരെന്തായാലും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവരെ ഉത്സവത്തിന് നമ്മൾ പോകുന്നുണ്ട്. ഇവരെ ബാൻഡ് മേളൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ചേച്ചി എന്തായാലും വീഡിയോ എടുക്കണം, ഞങ്ങൾക്കൊന്ന് വൈറലാവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ പിള്ളേരെ അങ്ങോട്ട് വൈറലാക്കാതെ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കണ്ട കേട്ടോ. പിന്നെ ആദ്യമായിട്ട് വീട്ടിൽ വന്നതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് നല്ല അടിപൊളി പൈനാപ്പിൾ ജ്യൂസും കൊടുത്ത് ഇത് കൊടുത്തപ്പോൾ ഇതാ അകത്തുള്ള ആൾക്കാർ ഭയങ്കര അലമ്പായി. പിന്നെ നേരെ അകത്ത് അവർക്ക് ഫുഡ് കൊടുത്തു. ഇതിനിടയിലാണല്ലോ അവർ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ബൈ ബൈ പറഞ്ഞിട്ടൊക്കെ പോയത് കേട്ടോ. ഞാൻ അകത്ത് കയറി വന്നപ്പോഴേക്ക് ഫുഡൊക്കെ കഴിച്ച് രണ്ടെണ്ണം അങ്ങോട്ട് ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പതിവ് പോലെ ഉറക്കം തന്നെയാണ്. ഇനിയുള്ള ഉറക്കം കുറച്ച് സമയം കഴിഞ്ഞിട്ട് എണീക്കുള്ളൂ കേട്ടോ. ഏകദേശം ഒരു 7 മണി 7:15 ആവുന്നതിൻ്റെ ഇടയിലായപ്പോൾ തന്നെ ഞാനൊന്ന് ഉണർത്താൻ നോക്കിയെങ്കിലും രണ്ടാൾക്കും ഉണരാനുള്ള മൂടില്ല. എന്തായാലും കുറച്ച് നേരം കൂടി അങ്ങോട്ട് ഉറങ്ങട്ടെ, അത്രയും സമാധാനം ഗൈസ്.